നമ്മുടെയൊക്കെ പറമ്പിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ചക്ക. പക്ഷേ നമ്മളിൽ പലരും ചക്കയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല. പുറംതോടും ചകിണിയും ചക്കച്ചുളയും ചക്കക്കുരുവും ഉൾപ്പെടെ സമൂലം കഴിക്കാവുന്ന ഒരു ഫലവർഗ്ഗമാണ് ചക്ക. വീട്ടുമുറ്റത്ത് കാര്യമായി വെള്ളമോ വളമോ നൽകാതെയും മരുന്നടിക്കാതെയും കിട്ടുന്ന ചക്ക ഒരനുഗ്രഹമാണ്. പൂർണ്ണമായും ജൈവമായ ഫലം എന്ന പ്രത്യേകതയും ചക്കയ്ക്കുണ്ട്. ചക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ B6, പ്രോട്ടീൻ, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ തുടങ്ങി നിരവധി പോഷകങ്ങൾ ചക്കയിൽ അടങ്ങിയിട്ടുണ്ട്. ഒടുവിൽ അമേരിക്കയിലെ ആരോഗ്യ വിദഗ്ധരും സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ ചക്ക അവഗണിക്കാനാകാത്ത ഒരു ഔഷധം കൂടിയാണെന്ന്. ഒരു കാലത്ത് മലയാളികളുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന വിഭവമായിരുന്നു ചക്ക. ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന പണ്ട് കാലത്ത് പറമ്പിലെ പ്ലാവ് കനിഞ്ഞു നൽകുന്ന ചക്കയും പറമ്പിൽ കൃഷി ചെയ്ത് വിളയിച്ച കപ്പയുമൊക്കെയായിരുന്നു നമ്മുടെ പൂർവികരിൽ പലരുടെയും ഭക്ഷണം. ഇന്ന് പക്ഷേ രീതികളാകെ മാറി. പുത്തൻ തലമുറ വിഭവങ്ങൾ വന്നതോടെ ചക്കയ്ക്കും മറ്റും തീരെ പരിഷ്കാരമില്ലാതെയായി. ചക്ക പലർക്കും വേണ്ടാതെയായി. ഫലമോ, പ്ലാവിൽ കിടക്കുന്ന ചക്ക പഴുത്ത് താഴെ വീണ് പൊട്ടിച്ചിതറി ആർക്കും വേണ്ടാതെ പാഴാകുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശാസ്ത്രീയ പഠനങ്ങൾ ചക്കയുടെ തലവര മാറ്റുന്നതാണ്. ചക്കയുടെ പെരുമ അമേരിക്കൻ ന്യൂട്രീഷൻ സൊസൈറ്റിയും അംഗീകരിച്ചിരിക്കുകയാണ്. കരളിലെ കൊഴുപ്പും രക്തത്തിലെ പഞ്ചസാരയും കുറയ്ക്കാൻ അത്യുത്തമമാണ് പെക്റ്റിൻ എന്ന് നമുക്കറിയാം. എന്നാൽ മരുന്നുകളിൽ നിന്നല്ലാതെ ഈ പെക്റ്റിൻ എങ്ങനെ നമ്മുടെ ശരീരത്തിന് ലഭിക്കും? ഈ ചോദ്യത്തിനുള്ള ഒരേയൊരുത്തരമാണ് നമ്മുടെ ചക്ക. പച്ച ചക്കപ്പൊടി 3 ടേബിൾ സ്പൂൺ അരിമാവിൻ്റെയോ ഗോതമ്പ് മാവിൻ്റെയോ കൂടെ ചേർത്ത് കഴിച്ചാലും വെറുതെ കലക്കി കുടിച്ചാലും മതി നമ്മുടെ ശരീരത്തിനാവശ്യമായ അളവിലുള്ള പെക്റ്റിൻ ലഭിക്കാൻ. അഹമ്മദാബാദിലെ എൻഡോക്രൈനോളജി വിദഗ്ധൻ ഡോക്ടർ വിനോദ് അഭിചന്ദാനി ചക്കപ്പൊടി 3 മാസം 200 രോഗികൾക്ക് നൽകി നടത്തിയ പരീക്ഷണത്തിലെ കണ്ടെത്തലുകൾ അമേരിക്കൻ സൊസൈറ്റി ഫോർ ന്യൂട്രീഷൻ അവരുടെ ശാസ്ത്ര ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഷിക്കാഗോയിൽ അമേരിക്കൻ സൊസൈറ്റി ഫോർ ന്യൂട്രീഷൻ ശാസ്ത്ര സമ്മേളനത്തിൽ ഈ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത് അംഗീകാരമായി. ചക്കപ്പൊടി കഴിച്ചവർക്ക് ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും പ്രമേഹവുമെല്ലാം കുറഞ്ഞതായി കണ്ടെത്തി. ജാക്ക് ഫ്രൂട്ട് 365 എന്ന ചക്കപ്പൊടിയാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. അതുതന്നെ കഴിക്കണമെന്നില്ല. നിങ്ങളുടെ പറമ്പിൽ ചക്കയുണ്ടോ? ചക്കപ്പുഴുക്കുണ്ടാക്കി ദിവസവും കഴിക്കൂ. കൊഴുപ്പിനെ അലിയിച്ച് കളയും. കരളിൻ്റെ കാവലാണ് ചക്ക. ടൈപ്പ് 2 പ്രമേഹത്തെ നേരിടാനും ചക്കയ്ക്ക് ആകുമെന്നാണ് സയൻറ്റിഫിക് വേൾഡ് ജേണലിലെ പഠനത്തിൽ സൂചിപ്പിക്കുന്നത്. പച്ചച്ചക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കും. ചക്കയിലും ചക്കക്കുരുവിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നേടാൻ ചക്ക കഴിക്കുന്നത് നല്ലതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ചക്ക കഴിക്കുന്നത് രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കും. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ചക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയ ചക്ക ഹൃദ്രോഗം മുതലായ പല രോഗങ്ങളെയും ചെറുക്കാൻ സഹായിക്കും. നാരുകൾ ധാരാളം അടങ്ങിയ ചക്ക കഴിക്കുന്നത് മലബന്ധം അകറ്റുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. എല്ലുകൾക്കും പേശികൾക്കും ആവശ്യമായ മഗ്നീഷ്യം, കാൽസ്യം തുടങ്ങിയ ധാതുക്കളുടെ സമ്പന്നമായ ഉറവിടമാണ് ചക്ക. അതിനാൽ ചക്ക കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യവും മെച്ചപ്പെടുത്തും. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. തെങ്ങിനും ആനയ്ക്കും കരിമീനിനും കണിക്കൊന്നയ്ക്കുമൊപ്പം ഔദ്യോഗിക പദവി നൽകി ചക്കയെയും നമ്മൾ ആദരിച്ചിട്ടുണ്ട്. 30 കോടി മുതൽ 60 കോടി വരെ ചക്ക ഒരു വർഷം സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്.